നമ്മളിന്ന് 5-6 തൈയും കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ നടാൻ വേണ്ടിയിട്ട്. വെണ്ടയുണ്ട്. വെണ്ട നമ്മൾ നോക്കിയെടുത്താണ്. അതിലേകദേശം കായ്ക്കാൻ പാകത്തിന് നിൽക്കുന്ന രണ്ടെണ്ണമാണ് നമ്മളെടുത്തത്. കായ് ചെറുതായിട്ട് അതിനകത്ത് പൊട്ടി മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ തക്കാളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി നമുക്ക് 2 സൈസ് ഗ്രോ ബാഗാണുള്ളത്. ഒന്ന് വലുതും ഒന്ന് ചെറുതും. അതിൽ നമ്മൾ ഓൾറെഡി എല്ലുപൊടിയും മണ്ണും ചകിരിച്ചോറും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ചാണകപ്പൊടിയും കൂടി ചേർത്ത് അത് മിക്സ് ചെയ്തു. എന്നിട്ട് വലിയ ഗ്രോ ബാഗിൽ നമ്മൾ വെണ്ടയും തക്കാളിയും കൂടി നടും. പിന്നെ ചെറുതിൽ 2ലും നമ്മൾ പച്ചമുളക് നടും. മുമ്പ് നമ്മൾ ഇവിടുന്ന് തന്നെ പച്ചമുളകിൻ്റെ വഴുതനയുടെയൊക്കെ തൈ മേടിച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം പച്ചമുളകിലൊക്കെ കായ ഉണ്ടായിട്ട് നമ്മൾ കുറേ പറക്കിയായിട്ട് ചെയ്തു. അപ്പോൾ വഴുതനങ്ങ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ കായ്ക്കാൻ പാകത്തിന് അത് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മളവിടെ പാവലിനും പയറിനും വേണ്ടിയിട്ട് വലിയ പന്തലിട്ടേക്കുന്നുണ്ട്. ആ ഏരിയയിൽ നമുക്ക് വെയിൽ ഭയങ്കര കുറവാണ്. നമ്മൾ ഈ തെങ്ങിൻ്റെ ചോട് ചേർത്തിട്ടാണ് ഈ പച്ചക്കറി എല്ലാം കൂടി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം കുറച്ച് സമയമെങ്കിലും വെയിൽ കിട്ടുന്ന ഈ ഒരു ഏരിയയിലാണ്. നമ്മൾ മേടിച്ചിട്ട് വൈകുന്നേരമാണ് നമ്മൾ മേടിച്ചത്. അപ്പം ഒരു 5 മണിയൊക്കെ ആയി. അന്നേരം ഇവിടെ ഇന്ന് നല്ല വെയിലായതുകൊണ്ട് തന്നെ ഈ സമയത്തും ഇവിടെ നല്ല വെയിലുണ്ട്. അപ്പം ഈ വെയിൽ ഈ 5 മണിയൊക്കെ ആയി ഇവിടെ. അപ്പം ഈ സമയത്താണ് നടുന്നത്. എന്നാലും ഇവിടെ നല്ല വെയിലുള്ളതുകൊണ്ട് ഇപ്പം ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നട്ട ശേഷം ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തെല്ലാം അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഏരിയയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പം പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പയർ. ആ പയർ തീരുമ്പോൾ തന്നെ അടുത്ത് അതിലോട്ട് കയറ്റി വിടാൻ വേണ്ടിയിട്ട് പുതിയ പയറിൻ്റെ വിത്ത് നട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇലയൊക്കെയായി വരുന്നുണ്ട്. അതുപോലെ വെണ്ടയ്ക്കൊക്കെ കായ്ക്കാൻ വേണ്ടി പരുവായി വരുന്നുണ്ട്.